ഹലോ, ഹായ്, നമസ്കാരമുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവില്ലേ ഇത് എന്താന്നുള്ളത് നിങ്ങൾക്ക്. ഞങ്ങളുടെ ചെണ്ടാമല്ലി അന്ന് പുഴുക്കുത്ത് വന്നിട്ട് കാണിച്ചു തന്നിട്ട് പോയതല്ലേ, പിന്നെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. അപ്പം ഞങ്ങളതിൻ്റെ ശേഷം ഞങ്ങളതിൻ്റെ തൂമ്പൊക്കെ പൊട്ടിച്ചു, അതിൻ്റെ തറ്റ പൊട്ടിച്ചിട്ട് വെച്ചാലാണ് ഉണ്ടാവുള്ളൂ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ ചെയ്തു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ വെച്ചപ്പോൾ ചെടിക്ക് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, വളർന്ന് വരുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓരോ ദിവസം വരുമ്പോഴും ഞാൻ സെൽഫി എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അന്ന് ഞാൻ നിങ്ങൾക്ക് ആ പുഴു വന്നതിൻ്റെ ശേഷം കുറേയൊക്കെ നാശമായി പോയി കേട്ടോ. ചെണ്ടമല്ലി മൊത്തം കരിഞ്ഞു പോവും പുഴു വന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ. ആ ഒരു ചെടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോവും. അതുപോലെ മയിലുകളുടെ ശല്യമൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അന്ന്. ആ ചെടി മൊത്തം അങ്ങോട്ട് ഒരു ദിവസം നന്നായി ഇതാക്കുണ്ടാവും, പുഴു വന്ന കണ്ടത് അങ്ങനെ ഇങ്ങോട്ട് ഉണങ്ങി പോവുക, ഉണങ്ങി പോണ തരത്തിലാവും. പിന്നെ വെള്ളമില്ലാത്ത പ്രശ്നം ഞങ്ങൾക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴയും ഇതൊക്കെ ഇങ്ങനെ ശരിയായി വന്ന കാരണം ഇങ്ങനെ ചെനച്ചം പൊട്ടി വരുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ വെച്ച ചീരയും പയറും ഒക്കെ ഇല പൊട്ടിച്ചുകൊണ്ട് പോലൊക്കെ മയിലിന് ദിവസം അവർക്ക് കഴിക്കാനുള്ള സംഭവം എന്തായാലും ഈ പറമ്പെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് ശരിക്കും ഉണ്ടാവണില്ല എന്നുള്ളത് സത്യം. നമ്മൾ ആരെങ്കിലും പറിച്ചിട്ട പോലെ ഉണ്ടാവും കേട്ടോ ഓരോ ദിവസം വരുമ്പോൾ. പിന്നെ ചാണകപ്പൊടിയൊക്കെ കൊടുന്നിട്ട് ബാബുവേട്ട അതിൽ കുറേ മണ്ണിടുകയൊക്കെ ചെയ്യുന്നുണ്ട് പയറിനും. കൊള്ളിയൊക്കെ ഞങ്ങൾക്ക് കുറേശ്ശായിട്ട് പൊടിച്ചുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ദിവസം വരുമ്പോഴും വീഡിയോ എടുക്കണതും ഫോട്ടോ എടുക്കണതൊക്കെയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇത് ആ പൊട്ടിച്ച് കളയുക കാരണം തെറ്റം പൊട്ടിക്കുക കാരണം കൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറേശ്ശെ ചെന പൊട്ടിയിട്ട് ഇങ്ങനെ ചെറിയ മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ചില ചെണ്ടാമല്ലിയൊക്കെ ആകെ ഇങ്ങനെ ഇപ്പോഴും ആ പുഴുക്കുത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, മരുന്ന് തളിച്ചു കൊടുത്താലും അതങ്ങോട്ട് ശരിയായി വരുന്നില്ല, ഉഷാറാവണില്ല. ചിലതൊക്കെ ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പം ഞങ്ങളുടെ ചെണ്ടമല്ലിയുടെ അവസ്ഥകൾ. അപ്പോൾ ധ്യാനം ഉണ്ടെങ്കിൽ ധ്യാനം വീഡിയോ പിടിച്ചിരുന്നു. ഇതിപ്പോൾ ഞാൻ തന്നെ വരുമ്പോൾ ബാബുവേട്ടൻ ധൃതി പിടിച്ചിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഫുള്ള് വീഡിയോ പിടിക്കാനൊന്നും മൂപ്പര് സമ്മതിക്കാറില്ല എന്നുള്ളതാണ്. എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഒന്നും കൂടിയും ഞാൻ തന്നെ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും വരുമ്പോഴും വിചാരിക്കും കേട്ടോ വീഡിയോ ഇടണമെന്ന്. പക്ഷെ അതിന് മാത്രമുള്ളതൊന്നും എടുക്കാറില്ല. ലേശം വീഡിയോ ഒരു സെൽഫിയൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ ഉണ്ടാവില്ല. അപ്പം ഇന്ന് ധ്യാനം വന്ന കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചു തരാം കേട്ടോ പറഞ്ഞിട്ട് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി അവൻ തന്നെയാണ് വീഡിയോ പിടിക്കണത് കേട്ടോ. ഞങ്ങളുടെ വാടാർമല്ലി കുറേയൊക്കെ നന്നായി, കുറച്ചൊക്കെ അങ്ങനെ ഉണങ്ങി പോവുകയൊക്കെ ചെയ്തു. മഴ ഇല്ലാത്ത കാരണം കൊണ്ട് നല്ല കഷ്ടമായി ഉണ്ടായിരുന്നു. പിന്നെ മഴ വന്നിട്ടും ഇതാണ് ശരിക്കും ആവണില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വെണ്ടയൊക്കെ പൂക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വെണ്ടക്കായ ചില ദിവസം ഒരു വെണ്ടക്കായ ചില ദിവസം ഒന്നും കിട്ടാറില്ല. ഇപ്പം 2-3 നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിലത്തെ ഒന്ന് ചള്ള് നോക്കിയിട്ട് പൊട്ടിച്ചു. കൂട്ടാൻ വയ്ക്കാനുള്ളതൊന്നും കിട്ടാറില്ല കേട്ടാ, കിട്ടാറായിട്ടില്ല. ഇനി ഓണൊക്കെ ആകുമ്പോഴേക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. പയറിങ്ങനെ കുറേശ്ശെ പൂവിട്ട് വരുന്നുണ്ട്. ആ മരുന്നൊക്കെ തളിച്ച കാരണം കൊണ്ട് കേടൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ ഈ കാണിക്കണത് ആ വെണ്ടക്കായ ഒരെണ്ണം കിട്ടിയതേ ഞാൻ കടിച്ചു തിന്നുക. എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് അറിയില്ല. വെണ്ടക്കായ ചിലവർക്കൊക്കെ ഇഷ്ടാവും. വെണ്ടക്കായ പച്ച ചള്ളിൽ വെച്ച അങ്ങനെ കടിച്ചു തിന്നുമ്പോൾ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും ചിലർക്ക്. എനിക്കത് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാനത് കടിച്ചു തിന്നാണ്. അപ്പോൾ വീഡിയോ പിടിക്കുക കാരണം കൊണ്ടാണ് കേട്ടോ അതിപ്പോൾ കണ്ടത്. അങ്ങനെ പയറൊക്കെ മുട്ടിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, മഴയുടെ നല്ല കാറുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പോവാൻ വിചാരിച്ചു. അപ്പോൾ അവൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ ആ ചെണ്ടമല്ലയുടെ ഏരിയയിൽ കൂടെ കൂടി കളിക്കുകയാണ് കേട്ടോ. അതൊരു ഹരാണത്. ഇവിടെ വന്ന അവൻ ആ ചെണ്ടമല്ലയുടെ ഏരിയയിൽ കൂടെയൊക്കെ ഒന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അവനൊരു ആശ്വാസമാണ്. വെറുതെ ഒരു ഇത് അതിൻ്റെ ആ ചെണ്ടമല്ലിക്കൊരു പ്രത്യേകതരം പൂവ് ഉണ്ടാവണതിന് മുന്നേ തന്നെ ചെടിക്ക് തന്നെ ഉണ്ട് ഒരു മണം വരാം. അപ്പോൾ അവന് നല്ല ഇഷ്ടം അതൊക്കെ. അവൻ ഇങ്ങനെ ഓടി തന്നെ. പിന്നെ അപ്പം ഞാൻ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇന്ന് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരാവുമെന്ന് വിചാരിക്കണു. കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പം ഞാൻ തിന്നണ കണ്ടപ്പോൾ അവൻ വന്ന് ചോദിക്കുന്നത് എന്താ തിന്നണത്. അവന് അറപ്പാവുക ഈ വെണ്ടക്കായ തിന്നുന്നത് കണ്ടിട്ട്. ചെണ്ടമല്ലിയുടെ അവിടെ നിന്നിട്ട് ഇല പൊട്ടിച്ച് തിന്നാന്ന് അവൻ വിചാരിച്ചെടുക്കുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ അവന് അറപ്പായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ, ബൈ.